രാഷ്ട്രീയത്തിലെ ചില പൊതുപ്രവണതകൾക്കെതിരായ MTയുടെ വിമർശനം കേട്ട വാരമാണ് കടന്നുപോയത്. ഈ വിമർശനം ആരെക്കുറിച്ചെന്ന തർക്കത്തിലാണ് രാഷ്ട്രീയ സാംസ്കാരിക ലോകം. കേന്ദ്രമാകട്ടെ കേരളമാകട്ടെ രാഷ്ട്രീയത്തിലെ അമിത അധികാര പ്രവണതകൾക്കെതിരെ, സർവാധിപത്യത്തിനെതിരെ, വ്യക്തിപൂജയ്ക്കെതിരെയുള്ള വിമർശനമാണ് MTയുടെ വാക്കുകൾ. മുഖ്യമന്ത്രി പിണറായിയെ വേദിയിലിരുത്തി പറഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. 2003 അദ്ദേഹം എഴുതിയ ലേഖനത്തിലെ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് എന്ന് ആത്മവിമർശനം നടത്തേണ്ടവർക്ക് അതിനുള്ള അവസരമാണ്. അല്ലാത്തവർക്ക് പതിവ് പോലെ കണ്ടില്ലെന്ന് നടിക്കാം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തി ഒരു പാർട്ടി പ്രവർത്തകൻ ഇറക്കിയ ഒരു അറുബോറൻ പാട്ട് കേട്ടു, കണ്ടു. മുഖ്യമന്ത്രിക്കോ പാർട്ടിയുടെ ഏതെങ്കിലും കമ്മിറ്റികൾക്കോ ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറയാം. ഒരു ആരാധകൻ്റെ കടും കൈ എന്നും പറയാം. പക്ഷേ മന്ത്രിമാരടക്കം മുഖ്യമന്ത്രിയെക്കുറിച്ച് നടത്തുന്ന വാഴ്ത്തുപാട്ടുകളല്ലേ അണികളെയും സ്വാധീനിക്കുന്നത്. ചിലർ മരണശേഷം ഉമ്മൻചാണ്ടിയെ വിശുദ്ധനും ദൈവവുമാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിണറായിയെ ദൈവത്തിൻ്റെ വരദാനവും ദൈവവുമാക്കാനാണ് ശ്രമം. ഇത്തരം സ്തുതിപാഠകരെ മനസ്സിലാക്കി അകറ്റി നിർത്താനും അവരെ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി തയ്യാറായാൽ നല്ലത്. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് ഈ പിണറായി വിജയൻ എന്നാണ് സൂചിപ്പിച്ചത്. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. ഞങ്ങൾ അദ്ദേഹത്തെ ദൈവം പോലെ കാണുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. കേരളത്തിന്റെ കരുത്തിന്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായ കാലം കരുതി വെച്ച കർമ്മയോഗി സഖാവ് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സരസ് മൈതാനം എന്ന് ഭാവിയിൽ അറിയപ്പെടുമ്പോൾ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള നാടിൻ മന്നനെ. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, സൂര്യനെ പോലെ. സൂര്യൻ, അതിനൊന്നും നിങ്ങൾക്ക് ഒരു ഇതുമില്ലല്ലേ. സൂര്യനെ പോലെയാണെന്നൊക്കെ പറഞ്ഞ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ്, കരിഞ്ഞു പോകും. കരിഞ്ഞു പോകും, അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും. ഇനി അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാർ അയക്കും, 51 വെട്ടി കരിയിച്ച് കളയും. പിന്നെ സൂര്യന്റെ അടുത്ത് എത്തിയാൽ കരിഞ്ഞു പോകുന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ അടുത്ത് എത്തണ്ടെന്ന്, ഇവിടെ വഴിയിൽ പിന്നെ എസ്കോർട്ടിന് മുമ്പിൽ എത്തിയാൽ തന്നെ കരിഞ്ഞു പോകും. അതാ സ്ഥിതി. മണ്ണിൽ മുളച്ചൊരു സൂര്യനെ. ഈ ജയരാജനെതിരായി വ്യക്തിപൂജക്കെതിരായി ആണെന്ന് പറഞ്ഞ് നടപടിയെടുത്ത പാർട്ടി, അതേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് സൂര്യനാണ് എന്നല്ലേ പറയുന്നത്. സൂര്യനാ ഗ്രഹണം പിടിച്ചു നിൽക്കുന്ന സൂര്യൻ വേണമെന്ന് പറയാം. രാഹു കേതുക്കൾ മൂടി നിൽക്കുന്നത്. തീയിൽ കുരുത്തൊരു കുതിരയെ, കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ. അത് എഴുതിയാണ് സമ്മതിക്കണം, കഴുകനാണ്. അവനറിയാതെ അവന്റെ ഉള്ളിൽ നിന്ന് എഴുതി പോയതാണ്, കഴുകനാണ്. തീയിൽ കുരുത്തൊരു കുതിരയെ, കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ. ഒരാൾ പറയുന്നു സൂര്യനാണ്, വേറൊരാൾ പറയുന്നു കഴുകനാണ്, വേറെ ആൾ പറയുന്നു കാരണഭൂതനാണ്, വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരദാനമാണ്. ആരാണ് ശരിക്കും പിണറായി വിജയൻ? ആരാണ് ശരിക്കും പിണറായി വിജയൻ? പൈസ മുടക്കി മുഖ്യമന്ത്രിയെക്കുറിച്ചൊരു പാട്ട് ഇറക്കുമ്പോൾ കൊള്ളാവുന്ന 2 വരിയെങ്കിലും എഴുതാൻ അറിയണ്ടേ ഈ വിദ്വാൻമാർക്ക്. പാർട്ടി സെക്രട്ടറി പറയുന്നു പിണറായി സൂര്യനാണ് എന്ന്, മന്ത്രി വാസവൻ പറയുന്നു ദൈവത്തിൻ്റെ വരദാനമാണെന്ന്, പാട്ടിറക്കിയ ആരാധകൻ പറയുന്നു കഴുകനാണെന്ന്. ശരിക്കും ആരാണ് പിണറായി? പിണറായി വിജയൻ ഒരു പ്രതിഭയാണ്. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും ഒരു അസാമാന്യമായ പ്രതിഭയായിട്ടാണ് പലരും കാണുന്നത്, ഞാനും കാണുന്നത്. മനസ്സിടാ തങ്കം മനസ്സി
ആരാണ് ശരിക്കും പിണറായി വിജയൻ? സൂര്യനെന്നും കഴുകനെന്നും അതുപോലെ ദൈവത്തിന്റെ അവതാരമെന്നും വിളിച്ചു കൂടെ നിൽക്കുന്നവർ അദ്ദേഹത്തെ വാഴ്ത്തുകയും വാഴ്ത്തുന്നവർക്ക് മുഴുവൻ പുതിയ പുതിയ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് രാജാവാണ് എന്ന ധാരണയിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ മുറ്റത്ത് നട്ടമരം വേപ്പ് മരമായി മാറിയടാ ഒറ്റയ്ക്ക് വളർന്ന മരം തേക്ക് മരമായി മാറിയടാ. മുഖ്യമന്ത്രി സൂര്യനാണ്, കഴുകനാണ്, കാരണഭൂതനാണ്, കുന്തമാണ്, കുടച്ചക്രമാണെന്നൊക്കെ മന്ത്രിമാരെ തന്നെ പറയാണ്. ദൈവത്തിന്റെ വരദാനമാണ്. ദൈവം കേരളത്തിൽ നൽകിയ ആ വരദാനം എന്ന രൂപത്തിൽ കേരളം നെഞ്ചേറ്റ് നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയെ തൊടാൻ സതീശനല്ല, സുധാകരനല്ല, കേരളത്തിലെ നിങ്ങൾ ഒന്നായ കരുതുള്ളി എഴുന്നേറ്റ് വന്നാലും ഈ കേരളത്തിലെ ജനത സമ്മതിക്കില്ല. രക്ഷാകവചം തീർത്ത് തന്നെ കൂടെ ഉണ്ടാവും. ഇങ്കുലബിൻ സിംബലടാ സിംഹം പോലെ ഗർജനമാ. അന്നത്തെ എല്ലാവരും ചെറുപ്പകാലയല്ലേ, വിദ്യാർത്ഥികളല്ലേ. ചെങ്കൊടിയിൽ കൊടുമുടിയ അടിമുടി ഇവനൊരു അധിപതിയാ. ഇങ്കുലബിൻ സിംബലടാ സിംഹം പോലെ ഗർജനമാ. തന്നെയാണ് കേന്ദ്രത്തിൽ മോഡിയെ കുറിച്ച് അവർ ചെയ്യുന്നത്, BJP ചെയ്യുന്നത്. അതിന്റെ വേറൊരു ഫോർമാറ്റിലാണ് കേരളത്തിൽ പിണറായി വിജയനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വീരാരാധന ഒരു തെറ്റാണോ? അണികൾക്ക് നേതാവിനോട് തോന്നുന്ന വീരാരാധനയെ വെറുതെ വിടാം. പണ്ട് അടിയന്തരാവസ്ഥയിൽ കേട്ടതുപോലെ ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകൾ അവിടെ മോദി ആരാധകരും ഇവിടെ പിണറായി ആരാധകരും നടത്തുകയും അതിനെ ഭരണകക്ഷികൾ പ്രോത്സാഹിപ്പിക്കുകയും ബോധപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് സർവാധിപത്യവും വ്യക്തിപൂജയും ഒക്കെ കടന്നു വരുന്നത്. പിണറായിയെക്കുറിച്ചുള്ള പാട്ട് ഇതിൽ ഏതു വിഭാഗത്തിൽ പെടും? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പലരുടെയും വീടുകളിലൊക്കെ മഹാത്മജിയുടെ പടമില്ലേ, നെഹ്റുവിൻ്റെ പടമില്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ പടമില്ലേ, അയ്യങ്കാളിയുടെ പടമില്ലേ, ചട്ടമ്പി സ്വാമികളുടെ പടമില്ലേ, മന്നത്ത് പത്മനാഭൻ്റെ പടമില്ലേ, EMSൻ്റെ പടമില്ലേ, AKGയുടെ പടമില്ലേ? എങ്ങനെയാണ് വരുന്നത്? ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തികളിൽ അവരെ കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും വീരാരാധനയുണ്ട്. തലകടാ 10 തലകടാ 8 ദിക്കുകളിലും ദില്ലടാ ലെവലടാ വേറെ ലെവലടാ കിടിലം ആണടാ. ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും, പാട്ടെഴുതും, പാട്ട് പാടും, നാടകമെഴുതും, സിനിമയുണ്ടാക്കും. CPM എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ജീർണിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പിണറായിയെ സ്തുതിച്ചുകൊണ്ടിറങ്ങിയ അവസാനത്തെ വീഡിയോ ഗാനം. നായകനാ പട ചേകവനാ പല അടവുകൾക്ക് ഗുരുവനാ. ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. പല അടവുകൾക്ക് ഗുരുവനാ. ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുക. ഇത് കേട്ട ആളുകൾ ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരായി കേരളത്തിലെ CPM നേതൃത്വം അധപ്പതിച്ചല്ലോ എന്നാണ് ഞങ്ങളുടെ സങ്കടം. പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന തിരുവാതിര പാർട്ടി ഭരണത്തെ സ്തുതിക്കുകയല്ല, പാർട്ടി നേതാവിനെ തന്നെ സ്തുതിക്കുന്നതായതിനാലാണ് അത് അപഹാസ്യമായി പോയത്. പി ജയരാജനെ സ്തുതിച്ച് PJ ആർമിക്കാർ പാട്ടും ചുവരെഴുത്തും നടത്തി സമൂഹ മാധ്യമങ്ങളിൽ. അത് കയ്യോടെ മുളയിലേ നുള്ളാൻ പിണറായി തന്നെ രംഗത്ത് വന്നു. ഇപ്പോഴും പിണറായിയോ പാർട്ടിയോ അത് ചെയ്യുന്നില്ല. അവിടെയാണ് പ്രശ്നം. പണ്ട് P ജയരാജനെതിരായിട്ട് ആരോ ഒരു പാട്ടിറക്കിയെന്ന് പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന് ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ്. ഇവിടെ പാർട്ടിയുടെ കരുത്താണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോഴും ചില എഴുത്തുകൾ ഞങ്ങൾ കാണുന്നുണ്ട്.
പാർട്ടി ഏതെങ്കിലും ഒരാളെ ശക്തിപ്പെടുത്താനല്ല നിലകൊള്ളുന്നത്. ഈ പാർട്ടി പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് നിലകൊള്ളുന്നത്. എല്ലാവരുടെയും കരുത്ത് ഈ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരുടെയും കരുത്ത് ഈ പാർട്ടിയുടെ താഴെയുമാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും കരുത്തുണ്ടാക്കാനല്ല ഞങ്ങൾ നീങ്ങുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാരെക്കെല്ലാം സുപരിചിതൻ. രാഷ്ട്രീയം മാറി എന്നതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം മേൽക്കൈ നേടിയപ്പോൾ നേതാക്കളെ അമാനുഷ്യരായി അവതരിപ്പിക്കണം. അതിനൊരു ഗുമ്മുണ്ടാകണം. പിണറായി ബസ്സിൽ വന്നിറങ്ങുമ്പോൾ BGM ഇടുന്നതും മോദിയെ പൂവിട്ട് പൂജിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. പണ്ട് VS കണ്ണാണ് കരളാണ് എന്ന് വിളിച്ച് രംഗം കൊഴുപ്പിച്ചവരെ പിണറായി ഓർമ്മപ്പെടുത്തിയില്ലേ? സമുദ്രത്തിലെയും ബക്കറ്റിലെയും വെള്ളം ഉദാഹരിച്ച്. അത് ഇപ്പോഴൊന്നുകൂടി സഖാവ് പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കണം. എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാം ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കണം. അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തിയില്ല എന്നത് തിരിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഇനി MDയുടെ കോഴിക്കോട്ടെ പ്രസംഗത്തിലേക്ക് വരാം. 2003 MD എഴുതിയ ലേഖനത്തിലെ വരികൾ വീണ്ടും വായിച്ചാൽ അതെങ്ങനെ പിണറായിയെ വിമർശിക്കുന്നതാകും എന്നതാണ് ചിലരുടെ ചോദ്യം. ചോദ്യം ഭാഗികമായി ശരിയാണ്. പിണറായിയുടെ സാന്നിധ്യത്തിൽ ലേഖനം ആവർത്തിച്ചത് അതിനിപ്പോഴും പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. അധികാര കേന്ദ്രങ്ങളുടെ നേർക്കുള്ള അസ്ത്രപ്രയോഗം തന്നെ MDയുടെ മൂർച്ചയുള്ള വാക്കുകൾ. അത് ആർക്കെതിരെയാണെന്ന് തട്ടിക്കളിക്കേണ്ട. എല്ലാവർക്കും അതിൽ ആത്മവിമർശനത്തിന് സ്കോപ്പുണ്ട്. ആധിപത്യമോ സർവാധിപത്യമോ അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ MDയുടെ പ്രസംഗം. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല. EP ജയരാജന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു. എല്ലാവർക്കും കാര്യം മനസ്സിലായി. എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. EP ജയരാജന് അതായിരിക്കും മനസ്സിലായിരിക്കുന്നത്. കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് നല്ല യുക്തിബോധമുള്ളതും സാമാന്യ ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് കൃത്യമായി മനസ്സിലായി. ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് BJP ഗവൺമെന്റിനെ കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചുമാണ്. സത്യത്തിൽ MDയുടെ പ്രസ്താവന മുഖ്യമന്ത്രി കരണക്കുറ്റിക്കേറ്റ പ്രകാരം കരണക്കുറ്റി കൊടുത്ത അടിപോലെയാ. കരണക്കുറ്റിക്ക് അടികൊണ്ട ഒരാള് എന്നെയല്ല തല്ലിയത്, അടുത്ത ആളെയാണ് തല്ലിയത് എന്ന് പറയുന്നത് പോലെയല്ലേ മുഖ്യമന്ത്രിയെ അല്ല വിമർശിച്ചത്, നരേന്ദ്രമോദിയെയാണ് വിമർശിച്ചത് എന്ന് പറയുന്നത്. ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. വളരെ വ്യക്തതയോട് കൂടിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റുവിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പൊളിറ്റിക്സ് അല്ല അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹം EMSനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. വ്യക്തിപൂജയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഫലത്തിൽ പിണറായി ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. MDയുടെ വാക്കുകളോടുള്ള പ്രതികരണങ്ങൾ കേൾക്കാം. ആദ്യം സാംസ്കാരിക വകുപ്പ് കൈയാളുന്ന വകുപ്പ് മന്ത്രിയോട് തന്നെ ചോദിക്കാം. ആദ്യ പ്രതികരണം. MD തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ MD അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ്. MD തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ മലയാളം അറിയുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി മനസ്സിലാവുന്നേ ഉള്ളൂ ഈ കാര്യം. ഞാൻ അങ്ങനെ ഇവിടുത്തെ ഒരു കാര്യമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ MD നിങ്ങളെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. MD മാധ്യമപ്രവർത്തകരെ ഉദ്ദേശിച്ചിട്ടായി. കാരണം EMS ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരെ കുറിച്ചായിരിക്കാം എൻ്റെ ബോധ്യം. ആ വ്യാഖ്യാനങ്ങൾക്ക് താനും തൻ്റെ പ്രസംഗവും ഉത്തരവാദിയല്ല എന്ന് MD തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വിമർശനം മാധ്യമങ്ങൾക്കു നേരെ എന്ന് മന്ത്രി MB രാജേഷ്. ശരി, മാധ്യമങ്ങളും നടത്തട്ടെ ആത്മപരിശോധന. ഞാൻ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സുധീർ. നാളത്തെ ഉദ്ഘാടന പ്രസംഗം ഞാനത് കൃത്യമായിട്ട് പറയും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്.
അപ്പോൾ അത് വ്യക്തമാണ്. അദ്ദേഹം വളരെ ധാരണയോടുകൂടി വന്ന ആളാണ്. ധാരണയില്ലാതെ ഒരു വാക്ക് പോലും ഒരു ചുണ്ടിൻ്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല MT. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതാണോ എന്നൊക്കെ സംശയിക്കുന്നൊരു സമൂഹം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. ഏത് രീതിയിലാണ് കേരളീയ സമൂഹം അവരവർക്ക് അനുകൂലമല്ലാതെ വരുന്ന കാര്യങ്ങളെ കാണുന്നത്? ആ കാഴ്ചപ്പാടിലുള്ള പ്രശ്നം വളരെ വലുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. പക്വതയാർന്ന പ്രതികരണങ്ങളും സാംസ്കാരിക ലോകത്തു നിന്നുണ്ടായി. വ്യക്തികളെ അല്ല, രാഷ്ട്രീയ പ്രക്രിയയാണ് MD വിമർശന വിധേയമാക്കിയത് എന്ന് എഴുത്തുകാർ ചൂണ്ടിക്കാട്ടുന്നു. അതിൽ സ്വന്തം മുഖം തെളിഞ്ഞു കാണുന്നുണ്ടോ എന്ന് എല്ലാവർക്കും നോക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരാണെന്ന് ഇത് വായിച്ചാൽ പെട്ടെന്ന് തോന്നാൻ പ്രയാസമാണ്. അപ്പോൾ ഉദ്ദേശിച്ചത് ഇതാണോ എന്ന് ഒരാൾ കരുതിയാൽ ആളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ കാണണമെന്നില്ല. അതിന് എനിക്ക് തോന്നുന്നു പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാമായിരിക്കും. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് MTയോട് തന്നെ ചോദിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കേരളത്തിൽ ഇടതുപക്ഷത്തോളം തന്നെ ശക്തമായ ഒരു കോൺഗ്രസ് ഉണ്ട്, വളർന്നു വരുന്ന BJP ഉണ്ട്. ഇവരെക്കുറിച്ച് പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ വളരെ ലളിതവൽക്കരിച്ച് അതിനെ ഏതെങ്കിലും വ്യക്തികളുടെ നേർക്ക് തിരിച്ചാൽ ആ ഉള്ളടക്കത്തിൻ്റെ കനം മുഴുവനും നമുക്ക് ചോർന്നു പോകും. അദ്ദേഹം പറഞ്ഞതൊരു പ്രത്യേക രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചാണ്. ആ പ്രക്രിയയോട് ചേർന്ന് നിൽക്കുന്നവർക്കത് അവരവരെന്താണ് തോന്നുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഭരണാധികാരികളെയൊക്കെ നോക്കുമ്പോൾ അത് ഇത് MT ഇവർക്കെതിരെയാണല്ലോ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അമിതാധികാര പ്രയോഗം എല്ലാം ലോകപ്രസിദ്ധമായ അധികാര പ്രശ്നങ്ങളാണ്. അതിനെപ്പറ്റി MT പറഞ്ഞത് ഏറ്റവും നന്നായി എന്നാണ് എൻ്റെ വിശ്വാസം. അത് കേരളത്തിൽ മാത്രമൊന്നുമല്ല.